പ്രിയപ്പെട്ടവരെ, ഇത് മംഗളവാർത്താകാലം 3-ാം ഞായറാഴ്ചയാണ്. ഇന്ന് നമുക്ക് സഭ ധ്യാനിക്കാൻ നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള തിരുവചന ഭാഗമാണ്. ക്രിസ്മസിനോടനുബന്ധിച്ച് ഞായറാഴ്ചകളിൽ ധ്യാനിക്കാൻ സഭ നൽകുന്ന സുവിശേഷ ഭാഗത്തിന് ഒരു തുടർച്ചയുണ്ട്. മംഗളവാർത്തയുടെ ആദ്യത്തെ ഞായറാഴ്ച നാം കേൾക്കുന്നത് കർത്താവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപയോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ്. 2-ാം ഞായറാഴ്ച നമ്മൾ കേൾക്കുന്നത് ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ്. 3-ാമത്തെ ഞായറാഴ്ച സ്നാപയോഹന്നാന്റെ ജനനമാണ്. പിന്നീട് ഈശോയുടെ ജനനം. ഇങ്ങനെ ഒരു തുടർച്ച ഈ മംഗളവാർത്താകാലത്തിൻ്റെ സുവിശേഷ ധ്യാനത്തിനുണ്ട്. ആ തരത്തിൽ 3-ാമത്തെ ഞായറാഴ്ച സഭ നമുക്ക് നൽകുന്ന ധ്യാന വിഷയം സ്നാപയോഹന്നാന്റെ ജനനമാണ്. അതുകൊണ്ട് ഈ ഭാഗം അങ്ങനെയാണ് തുടങ്ങുന്നത്. എലിസബത്തിന് പ്രസവ സമയമായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. എന്നാൽ തുടർന്ന് ഈ സുവിശേഷ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഇത് ജനനത്തെക്കുറിച്ച് എന്നതിനേക്കാൾ സ്നാപയോഹന്നാന്റെ പേരിടീലിൻ്റെ ചടങ്ങിനെക്കുറിച്ചുള്ള വിവരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പരിച്ഛേദനത്തെക്കുറിച്ചുള്ള വിവരണവുമാണ്. അതുകൊണ്ട് 59-ാം വാക്യം മുതൽ ഇങ്ങനെയാണ് കാണുന്നത്. 8-ാം ദിവസം അവർ ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിൻ്റെ പേരനുസരിച്ച് സക്കറിയ എന്നവന് പേര് നൽകാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അപ്പോൾ ഈ സുവിശേഷത്തിൻ്റെ പ്രധാനമായ പ്രതിപാദ്യം ഈ പേരിടിയിൽ തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കുന്ന പക്ഷേ 8-ാം ദിവസം പരിച്ഛേദനത്തിന് വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ അല്പം പ്രയാസമുണ്ട്. കാരണം ലേവ്യരുടെ പുസ്തകത്തിൻ്റെ വിവരണപ്രകാരം 42-ാം അധ്യായവും 13-ാം അധ്യായവും വിവരിക്കുന്നത് പ്രകാരം ആൺകുഞ്ഞാണ് പിറന്നതെങ്കിൽ 8-ാം ദിവസം പരിച്ഛേദനം. പക്ഷേ മാതാക്കൾക്ക് ദേവാലയത്തിൽ പ്രവേശിക്കണമെങ്കിൽ 33-ാം ദിവസമേ സാധ്യമാവുകയുള്ളൂ. ശുദ്ധീകരണത്തിൻ്റെ നാളുകൾ പൂർത്തിയാകുന്നത് 33-ാം ദിവസമാണ്. പെൺകുഞ്ഞാണ് പിറക്കുന്നതെങ്കിൽ 14-ാം ദിവസമാണ് പേരിടിയിൽ ചടങ്ങ്. 66-ാം ദിവസം മാത്രമേ മാതാക്കൾക്ക് ദേവാലയത്തിൽ പ്രവേശിക്കാനായി സാധിക്കുകയുള്ളൂ. അപ്പോൾ 8-ാം ദിവസം അവർ പരിച്ഛേദനത്തിന് വന്നു എന്നുള്ളത് ഒരു പക്ഷേ രണ്ടുപേരും സക്കറിയായും എലിസബത്തും പുരോഹിത വംശത്തിൽപ്പെട്ടവരായതിനാലും സക്കറിയ പുരോഹിതനായതിനാലും ജനിച്ച കുഞ്ഞ് പുരോഹിത വംശത്തിൽപ്പെട്ടവനായതിനാലും അങ്ങനെയുള്ള സാധ്യതയിലാണോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും സംശയിക്കാവുന്നതാണ്. യഥാർത്ഥത്തിൽ സക്കറിയയും എലിസബത്തും വസിച്ചിരുന്നത് ഐൻ കാരീം എന്ന പട്ടണത്തിലാണ്. ജെറുസലേമിൽ നിന്ന് 4 ദിവസത്തെ കഴുതപ്പുറത്തുള്ള ദൂരം യാത്രാ അകലമുള്ള സ്ഥലമാണത്. ഒരുപക്ഷെ ആ സ്ഥലത്ത് കുറച്ച് ബന്ധുക്കളൊക്കെ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ചടങ്ങായിരിക്കാം. അല്ലെങ്കിൽ അവര് അവിടെ നിന്ന് ജെറുസലേമിലെത്തി എന്ന് നമുക്ക് ഊഹിക്കേണ്ടി വരും. പരിച്ഛേദനത്തിന് വന്നു എന്നുള്ള വിവരണത്തിൽ നിന്ന് നമുക്കങ്ങനെ ഊഹിക്കേണ്ടതായിട്ടും വരാം. എന്നാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം അതൊന്നുമല്ല. ശിശുവിന് പേരിടാൻ തുടങ്ങുന്ന സമയത്ത് ബന്ധുക്കൾ പറയുന്നു, അപ്പൻ്റെ പേരായ സക്കറിയ എന്ന പേര് നൽകാം എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അങ്ങനെ അതൊരു വലിയ ആത്മീയതയുടെ പാരമ്പര്യം കൂടിയാണ്. നമ്മൾ സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയിൽ ചൊല്ലുന്നത് പോലെ അങ്ങു തന്ന മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങേ തിരുമുമ്പിൽ ഞങ്ങൾ നിൽക്കുന്നു. അല്ലെങ്കിൽ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് മുമ്പ് വൈദികൻ നിശബ്ദമായി നടത്തുന്ന പ്രാർത്ഥന പോലെ, ഉള്ളിൽ നടത്തുന്ന പ്രാർത്ഥന പോലെ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന് ദൈവം തമ്മെ വെളിപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയുണ്ട്. ആ തുടർച്ച, ആ ആത്മീയമായ പാരമ്പര്യ തുടർച്ച നിലനിർത്താൻ വേണ്ടി തന്നെയാണ് പിതാക്കന്മാരുടെ പേരുകൾ മക്കൾക്കിടുന്നത്. അത് പുത്രനാണെങ്കിൽ പിതാവിൻ്റെയും, മകളാണെങ്കിൽ അമ്മയുടെയോ വല്യമ്മയുടെയോ ഒക്കെ പേര്. സീറോ മലബാർ പാരമ്പര്യത്തിലും ലോകത്തിലുള്ള വിവിധ സ്ഥലങ്ങളിലുള്ള കത്തോലിക്ക സഭയുടെ പാരമ്പര്യത്തിലും ആ കുടുംബത്തിലെ മുത്തച്ഛൻ്റെയോ അപ്പൻ്റെയോ ഒക്കെ പേരുകൾ ഇടുന്ന ആ പാരമ്പര്യം ഇന്ന് നിലവിലുണ്ട്. അപ്പൻ്റെ പേരിടുന്നതിൽ നിന്നാണ് നമ്മൾ ജോർജ് ബുഷ് ജൂനിയർ,
ജോൺ എഫ് കെന്നഡി ജൂനിയർ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇവിടെ അപ്പൻ്റെ പേര് ഇടുക എന്നവർ പറയുന്നത് ഒരുപക്ഷെ അപ്പൻ മുത്തച്ഛനെ പോലെ പ്രായമുള്ളവനായിരുന്നത് കൊണ്ടായിരിക്കാം. ഏതായാലും ആ പേരിടാൻ തുടങ്ങുന്ന സമയത്ത് അതല്ല എന്ന് എലിസബത്ത് പറയുകയാണ്. അപ്പോൾ ബന്ധുജനങ്ങൾ ഞെട്ടുകയാണ്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഈ അമ്മ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇവിടെയുള്ള പാഠം ഇതാണ്: ദൈവഹിതമല്ല ഒരു കാര്യം എന്ന് മനസ്സിലാക്കിയാൽ ആ കാര്യത്തോട് നമ്മൾ യോജിക്കാൻ പാടില്ല എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മളോട് പറയുന്നുണ്ട്. അഥവാ ദൈവഹിതം എന്താണോ അതിനോട് നമ്മൾ ചേർന്ന് നിൽക്കണം എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ചുറ്റുമുള്ള ഭൂരിപക്ഷം പേർ ദൈവഹിതത്തിന് എതിരായിട്ട് നിന്നാലും നാം അവരുടെ കൂടെ കൂടാൻ പാടില്ല എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മളോട് പറയുന്നുണ്ട്. ആരും നമ്മുടെ കൂടെ നിൽക്കാനില്ലെങ്കിൽ കൂടി ദൈവഹിതം എന്ത് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി നിലയുറപ്പിക്കാനുള്ള സന്മനസ്സും ധൈര്യവും നമുക്ക് വേണമെന്ന് എലിസബത്ത് നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് എലിസബത്ത് യോഹന്നാൻ എന്ന് പറയുമ്പോൾ ഇവിടെ അവര് അതിന് വഴങ്ങുന്നില്ല. അവര് മറിച്ച് അപ്പനോട് ചോദിക്കാം എന്ന് പറയുകയും സക്കറിയായോട് ചോദിക്കുമ്പോൾ സക്കറിയ എഴുത്തുപലക ആവശ്യപ്പെട്ട് അതിൽ യോഹന്നാൻ എന്നെഴുതുകയാണ്. അവർ ആശ്ചര്യപ്പെടുകയാണ്. നമുക്കിവിടെയുള്ള രണ്ടാമത്തെ പാഠം ഇതാണ്: ഭാര്യ ഭർത്താക്കന്മാരുടെ മനസ്സിൻ്റെ ഐക്യമാണ് ഇവിടുത്തെ പാഠം എന്ന് പറയുന്നത്. രണ്ടു കൂട്ടരും ഒരുപോലെ ചിന്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പല കുടുംബങ്ങളിലും ഉള്ള വലിയ പ്രശ്നം ഇതാണ്: ഒരേ രീതിയിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക്, മാതാപിതാക്കൾക്ക് ചിന്തിക്കാനാകുന്നില്ല എന്നുള്ളത് നമ്മുടെ ഈ കാലം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളൊന്നാണ്. ഒരേ ആത്മീയ പാരമ്പര്യം പങ്കുവയ്ക്കാനാകുന്നില്ല. അപ്പൻ വലിയ തരത്തിലുള്ള വിശ്വാസ വിരുദ്ധനായിരിക്കുന്ന അവസരങ്ങളുണ്ട്. അമ്മ അതിനെക്കുറിച്ച് വ്യാകുലപ്പെട്ട് വിലപിച്ച് വൈദികരുടെ അടുത്തുകൂടെ നടക്കുന്ന അവസരങ്ങളുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ഒരുമിച്ച് പോകാൻ പറ്റാത്ത എത്രയോ സന്ദർഭങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വീട്ടില് അടുക്കളയ്ക്ക് കറുത്ത നിറത്തിലുള്ള ടൈലിടണമെന്ന് ഭാര്യ പറയുകയും അത് വേണ്ട, ചുമന്ന നിറം മതി എന്ന് വാശി പിടിപ്പിക്കുകയും ചെയ്ത ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ചറിയാം. അവസാനം രണ്ടുപേരുടെയും വാശി ആരും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാതിരുന്നതിനാൽ അടുക്കളയിൽ ഇനി ടൈലിടണ്ട എന്ന തീരുമാനത്തിൽ അവരെത്തുകയാണ്. അപ്പോൾ ഈ തരത്തിൽ ഒരേ രീതിയിൽ പോകാൻ പറ്റാത്ത മാതാപിതാക്കൾ ഉള്ളിടത്താണ് കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നതിൻ്റെ ചരിത്രം കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ മാതാപിതാക്കൾ തമ്മിൽ ഹൃദയൈക്യമില്ല എന്നതാണ് അടിസ്ഥാനമായിട്ടുള്ള കാരണമായിട്ട് നമ്മൾ കണ്ടെത്തുന്നത്. അതുകൊണ്ട് എലിസബത്തും സക്കറിയായും നമുക്ക് മാതൃകയാണ്. രണ്ടാമത്തത്, ഇവിടെ ദൈവശാസ്ത്രപരമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. രണ്ടുപേരും കൂടെ സുവിശേഷത്തിന്, ബൈബിളിൻ്റെ ചരിത്രത്തിന് ഒരു തിരുത്ത് കൊണ്ടുവരികയാണ്. അത് വലിയ അർത്ഥതലങ്ങളുള്ള ഒരു തിരുത്താണ്. കാരണം സക്കറിയ എന്ന് പേരിടണമെന്ന് അവർ വാശി പിടിക്കും. സക്കറിയ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം ഓർമ്മിക്കുന്നു, ദൈവം മറക്കുന്നില്ല എന്നൊക്കെയാണ്. എന്നാൽ യോഹന്നാൻ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം കാരുണ്യവാനാണ് എന്നാണ്. യാഹുവെ കരുണ കാണിക്കുന്നു എന്നാണ്. അവർ കൊണ്ടുവരുന്ന തിരുത്തിതാണ്. സങ്കീർത്തന പുസ്തകം നമ്മളോട് പറയുന്നുണ്ടല്ലോ, ദൈവമേ, അങ്ങ് പാപങ്ങളെല്ലാം ഓർത്തിരുന്നാൽ ആർക്ക് രക്ഷയുണ്ടാകും? ദൈവം പാപങ്ങളെല്ലാം ഓർത്തിരിക്കുന്നവനാണെന്നും തദനുസൃതം ശിക്ഷ നടപ്പിലാക്കുന്നവനുമാണെന്നുള്ളതാണ് പഴയ നിയമ ചിന്താഗതി. ഇതാ പുതിയ നിയമം ഇനി മുതൽ പറയുന്നു, ദൈവം അങ്ങനെ ഓർത്തുവെക്കുന്നവനല്ല. യോഹന്നാൻ എന്ന പേരിലൂടെ സക്കറിയായും എലിസബത്തും പിന്നീട് വരുന്ന ബൈബിൾ ചരിത്രത്തിന് നൽകുന്ന തിരുത്തതാണ്: ദൈവം ഓർത്തുവെക്കുന്നവനല്ല, ദൈവം കാരുണ്യവാനാണ്, ദൈവം മറക്കുന്നവനാണെന്നുള്ളതാണ്. അങ്ങനെയാണ് പുതിയ നിയമ ചരിത്രം ആരംഭിക്കുന്നത്. അങ്ങനെയാണ് ഈശോ എന്ന പേരിൻ്റെ ആരംഭം കുറിക്കുന്നത്. ദൈവം ഇതാ യാഹുവെ രക്ഷിക്കുന്നവനായിട്ട് വരുന്നു. അങ്ങനെയാണ് യോഹന്നാൻ ദൈവത്തിന് വഴിയൊരുക്കുന്നവനായിട്ട് മാറുന്നത്. അപ്പോൾ മഹാകാരുണ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ തുടക്കത്തിന് തിരിതെളിക്കുകയാണ് സക്കറിയായും എലിസബത്തും. ആ തിരുത്ത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ ഓർക്കേണ്ടത് ഇതാണ്: ദൈവം
കരുണയുള്ളവനാണ് എന്ന ആ അടിസ്ഥാന തത്വമാണ് നമ്മൾ തലമുറകളിലേക്ക് കൊടുക്കേണ്ടത്. ഫ്രാൻസിസ് പാപ്പായുടെ ക്രൈസ്റ്റ് ലീവ്സ് എന്ന് പറയുന്ന, ക്രൈസ്റ്റ് ഈസ് അലൈവ്, ക്രിസ്തുസ് വിവിത്ത് എന്ന് പറയുന്ന യുവജനങ്ങൾക്കുള്ള അപ്പസ്തോലിക ആഹ്വാനത്തിൽ ഓർമ്മിപ്പിക്കുന്നത് അത് തന്നെയാണ്. വേറെവർ യു ഗോ, ഈവൻ ഇഫ് യു ഗോ എസ്ട്രേ, ജീസസ് വിൽ കം ആഫ്റ്റർ യു. ഇതാണ് പാപ്പ അനുസ്മരിപ്പിച്ചത് യുവജനങ്ങളോട്. എന്നിട്ട് പറയുന്നു, ജീസസ് എംപ്രൈസ് പീറ്റർ നോട്ട് ബിഫോർ ഹിസ് ഡിനയൽ ബട്ട് ആഫ്റ്റർ ഹിസ് ഡിനയൽ. അപ്പോ ഏത് സന്ദർഭത്തിലും ഏത് സാഹചര്യത്തിലും വഴിതെറ്റിപ്പോയാലും ക്രിസ്തു നിങ്ങളുടെ പിറകെ വരുന്നു, ക്രിസ്തു നിങ്ങളെ ആശ്ലേഷിക്കുന്നു. അതുകൊണ്ട് ധൈര്യപൂർവ്വം അവന്റെ പക്കലേക്ക് എപ്പോഴും കണ്ണുകൾ ഉയർത്തുവിൻ എന്ന വലിയ സന്ദേശമാണ്. ദൈവം കാരുണ്യവാനാണെന്നും ദൈവം പിതാവാണെന്നും ദൈവം എല്ലാം അറിയുന്നവനാണെന്നും ദൈവം എല്ലാം ക്ഷമിക്കുന്നവനാണെന്നും ദൈവം കൂടെ നിർത്തുന്നവനാണെന്നും അതാണ് ഈശോ മിശിഹ എന്നുമുള്ള വലിയ സന്ദേശമാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ യുവജനങ്ങളോട്, തലമുറകളോട് പങ്കുവെക്കേണ്ട അടിസ്ഥാനപരമായ കാര്യമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പിന്നീട് ഈ സുവിശേഷ ഭാഗം മുമ്പോട്ട് അതിൻ്റെ അടുത്ത ചിന്തയിൽ വരുമ്പോൾ ആരംഭ ഭാഗത്ത് തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അത് ഇതാണ്: സ്നാപയോഹന്നാന്റെ ജനനത്തെക്കുറിച്ച് പറയുന്ന സമയം, അറിയിപ്പ് നൽകുന്ന സമയത്ത് എലിസബത്ത് നടത്തുന്ന മനോഗതമാണ്. എലിസബത്ത് പറയുന്നു, എൻ്റെ അപമാനം, മറ്റുള്ളവരുടെ മുമ്പിലുള്ള എൻ്റെ അപമാനം മാറ്റിത്തരാൻ ദൈവം കനിവ് കാണിച്ചിരിക്കുന്നു എന്നാണ്. അതായത് എലിസബത്തിനെ കുറിച്ച് മറ്റുള്ളവർ ദൂഷണം പറഞ്ഞിരുന്നു. എലിസബത്ത് ദൈവത്താൽ ശപിക്കപ്പെട്ടവളാണെന്നുള്ള ചിന്താഗതികൾ മറ്റുള്ളവർ പുലർത്തിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ബന്ധുക്കളെല്ലാം അവളോടൊത്ത് സന്തോഷിച്ചു എന്നാണ്. ഇതാണ് ശരിക്കും ബൈബിളിൻ്റെ ഒരു അടിസ്ഥാനപരമായ സ്വഭാവം എന്ന് പറയുന്നത്. ഇതാണ് ശരിക്കും ക്രൈസ്തവ സമൂഹത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. സന്തോഷിക്കുന്നവരോടൊത്ത് സന്തോഷിക്കുക, അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുക. ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന മറ്റൊരു പാഠം ഇതാണ്: മനുഷ്യൻ്റെ ദുഃഖ ദുരിതങ്ങളിൽ അവരെ കുറ്റപ്പെടുത്താതിരിക്കുക. ദൈവം അവരുടെ മേൽ അത്ഭുതം ചെയ്യുന്ന കാലത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുത്ത് നിൽക്കുക. ഇത് സങ്കട ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരും ഓർക്കേണ്ടതാണ്. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊരുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നോർക്കണം. കാലം കടന്നു പോകുമ്പോൾ നമ്മുടെ സങ്കടങ്ങളെല്ലാം സന്തോഷമായി പരിവർത്തനം ചെയ്യപ്പെടുന്ന ഒരു സമയമുണ്ടാകും എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മളോട്. അന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മൾ ധരിച്ചതും നമ്മൾ പറഞ്ഞതുമൊക്കെ തെറ്റിപ്പോയിരുന്നു, കാലം ഇതെല്ലാം മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ തെറ്റിദ്ധാരണകളായിരുന്നു ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം ഈ സുവിശേഷ ഭാഗം നമ്മളെ ആരെയും അന്യായമായി വിധിക്കാതിരിക്കുക. ദൈവം ഏതെല്ലാം തരത്തിലാണ് ഒരു മനുഷ്യനെ കടാക്ഷിക്കുന്നതെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതുകൊണ്ട് കുറ്റപ്പെടുത്തലുകൾ വേണ്ട എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിന്നീട് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അയൽക്കാരെല്ലാം അവരോടൊത്ത് സന്തോഷിച്ചു, സംസാര വിഷയമാക്കുകയും ചെയ്തു. കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു, ഈ ശിശുവിനോടുകൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് ഈ സുവിശേഷ ഭാഗം അവസാനിപ്പിക്കുന്നത്. നമ്മളും എപ്പോഴും ഓർക്കേണ്ടത് അതാണ്. നമ്മുടെ കുട്ടികളുടെ കൂടെ ദൈവത്തിൻ്റെ ചിന്ത, ഈശോയെക്കുറിച്ചുള്ള ഈശോയോടുള്ള സ്നേഹം നമുക്ക് വളർത്തിക്കൊണ്ട് വരാൻ പറ്റുന്നുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നത്, ഇവിടെ അടുത്ത് ഒരു സ്ഥലത്ത് പോയ ഒരു അഡ്വക്കേറ്റിൻ്റെ വീടാണ്. പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റിൻ്റെ വീട്. അദ്ദേഹം പറയുകയാണ്, അവിടെ ഈ റോളർ സ്കേറ്റിങ്ങിന് വേണ്ടി പഠിക്കുന്ന കുട്ടികളുണ്ട്, മക്കളുണ്ട്. പക്ഷേ പിന്നീട് അവർ ആ റോളർ സ്കേറ്റിങ്ങിൻ്റെ ആ കാര്യങ്ങളൊക്കെ അവർ മാറ്റിയിട്ട് ആ പരിശീലിപ്പിക്കുന്നവരത് ഞായറാഴ്ചയാക്കി. പക്ഷേ ഈ അഡ്വക്കേറ്റ് പറയാണ്, അച്ഛാ, മതബോധനം കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ മതി എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഞായറാഴ്ചകളിലാണ് ഇങ്ങനെ തുടരുന്നതെങ്കിൽ റോളർ സ്കേറ്റിംഗ് വേണ്ട എന്ന് തന്നെ ഞങ്ങൾ നിശ്ചയിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ കരം കൂടെയുണ്ടോ? ദൈവചിന്തയിൽ വളർത്താൻ സാധിക്കുന്നുണ്ടോ?
എന്നുള്ള കാര്യവും നമ്മൾ ഈ ഭാഗത്തോടൊത്ത് ഓർക്കേണ്ടതാണ്. നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്നു. അപ്പോൾ ആ വലിയ സൂര്യൻ്റെ ഉദയത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ വീടുകളിലും നക്ഷത്രങ്ങൾ ഇടുകയും ക്രിസ്മസ് കാലത്ത് പുൽക്കൂടുകൾ ഒരുക്കുകയും സാധിക്കുന്നിടത്തോളം കുർബാനകളിൽ പങ്കെടുക്കുകയും കുമ്പസാരിക്കുകയും ചെയ്തുകൊണ്ട് ആത്മീയമായി ഈ കാലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ക്രിസ്മസിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെ, ഈശോ നമ്മെ അനുഗ്രഹിക്കും. Subscribe now and press the bell icon. Never miss an update.